5 ഗണിത ചോദ്യങ്ങൾ ഉത്തരം കാണാനുള്ള വളരെ സിമ്പിൾ മെത്തേഡ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 9 + 8 - 8 - 6 ഗുണിക്കണം 2 ഹരിക്കണം 4 സമം എത്ര? 9 + 8 - 8 - 6 ഗുണിക്കണം 2 ഹരിക്കണം 4. ഇവിടെ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, ഗുണിക്കണം ഉണ്ട്, ഹരണം, ഈ 4 ഗണിത ക്രിയകളും വന്നിട്ടുണ്ട്. ഈ ചോദ്യം ഞാനിവിടെ എഴുതാം. 9 പ്ലസ് ബ്രാക്കറ്റ് 8 മൈനസ് വീണ്ടും ബ്രാക്കറ്റ് 8 മൈനസ് 6 ഗുണിക്കണം 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഹരിക്കണം 4 സമം എത്ര? ഇതാണ് ചോദ്യം. സങ്കലനം വന്നു, വ്യവകലനം വന്നു, ഗുണനം, ഹരണം, 4 ക്രിയകൾ വന്നിട്ടുണ്ട്. 4 ക്രിയകൾ വരുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതിലേത് ക്രിയ ആദ്യം ചെയ്യണമെന്നാണ്. അതിനാണ് ഒരു ഗണിത തത്വം, ഗണിത ക്രിയകളുമായി ബന്ധപ്പെട്ട ഒരു ഗണിത തത്വം. അത് എന്താണെന്നറിയോ? ഇതാണ് BODMAS. ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ്, O ഓഫ് ഡി എന്ന് പറയുന്നത് ഡിവിഷൻ, ഹരണമാണ്, M മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനം, ഇത് എഡിഷൻ അല്ലെങ്കിൽ സങ്കലനം, സബ്ട്രാക്ഷൻ, വ്യവകലനം. ഈ ക്രമത്തില് നമുക്ക് ഈ ഗണിത ക്രിയ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ബി ആണ് ബ്രാക്കറ്റ്. ഇവിടെ 2 ബ്രാക്കറ്റ് ഉണ്ട്, ഒരു ചതുര ബ്രാക്കറ്റ്, ആ ബ്രാക്കറ്റിന്റെ അകത്തൊരു റൗണ്ട് ബ്രാക്കറ്റ്. ഇതില് ബ്രാക്കറ്റിന്റെ അകത്തുള്ള ബ്രാക്കറ്റിൽ ചെയ്യണം. 8 - 6 ഗുണിക്കണം 2. ഇതിലേതാദ്യം ചെയ്യാം? ഇതാ ഗുണനം കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ. അപ്പൊ ആദ്യം നമുക്ക് ഇത് ചെയ്യണം. 6 ഗുണിക്കണം 2 അതെത്രയാ? 12. 8 - 12. അപ്പൊ ഇത് മാറ്റി എന്ത് വരും? 8 - 12 എന്ന് വരും. ഓക്കെ, 6 ഗുണിക്കണം 2 ആണ് അത് ചെയ്യേണ്ടത്, അത് 12 ആണ്. -12. 8 - 12. 8 - 12 എത്രയാ? -4 ആണ് അല്ലേ? അപ്പൊ ഇതിനെ മാറ്റി ആണെങ്കിൽ 9 + 8 മൈനസ്, ഇതാണ് മൈനസ്, പിന്നെ 8 - 12 അത് -4 ഹരിക്കണം 4 സമം എത്ര? ഇതാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് കിട്ടിയത്. ഇതിലിപ്പം എന്താ വന്നിരിക്കുന്നത്? 8 -4 ഹരിക്കണം 4. അപ്പം ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് ഈ മൈനസ് വരിക. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം? ഇത് കാണും. എന്ത്? -4 ഹരിക്കണം 4. അത് കഴിഞ്ഞ് ഈ വ്യവകലനം പറ്റുള്ളൂ. -4നെ 4 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? -1 അല്ലേ? അപ്പൊ ഇത് വീണ്ടും മാറ്റി എഴുതുമ്പോൾ 9 + 8 -4 ഹരിക്കണം 4 -1. വീണ്ടും ഈ ബ്രാക്കറ്റിനകത്തുള്ളത് ചെയ്തിട്ടാണ് പുറത്തുള്ളത് വരുള്ളൂ. സമം 9 + 8 -1. മൈനസ് ഓഫ് മൈനസ് എന്താ? അത് പ്ലസ് ആണ് അല്ലേ? അപ്പോ 8 + 1 വരും. 9 + 8 + 1 9 സമം എത്രയാ? 18 ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വ്യത്യസ്തമായ കൂട്ടം ഏത്? ELG, PTC, HRJ, GQJ. വ്യത്യസ്തമായ കൂട്ടമാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 ELG, 2 PTC, HRJ, GQJ. ഈ 4ഉം ഇവിടെ എഴുതാം. ELG, പിന്നെയുള്ളത് PTC, HRJ, GQJ.
ക്യു ജെ. മുഴുവനും ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. 4 കൂട്ടം. അതിൽ വ്യത്യസ്തമായ കൂട്ടം എന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ആശയക്കുഴപ്പം വരും. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് വരുന്നതെങ്കിൽ ഓരോ ഇംഗ്ലീഷ് അക്ഷരവും ഓരോ സ്ഥാനത്താണല്ലോ. ഉദാഹരണത്തിന് എ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 1-ാമതാണ്, ബി 2-ാമതാണ്, സി 3-ാമതാണ്. അത് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇ എന്ന് പറയുന്നത് 5-ാമതാണ്. എല്ലോ JKL അത് 12-ാമതാണ് വരുന്നത്. ജി വരുന്നത് 7-ാമത്. ജി 7-ാമത്. ഇനി പി വരുന്നത് 16-ാമതാണ്. പി വരുന്നത് 20-ാമത്. ടി വരുന്നു. സി 3-ാമത് വരുന്നു. ABC. എച്ച് 8-ആണ്. ആർ 18-ആണ്. ജെ 10-ആണ്. ജി വരുന്നത് 7-ാമത്. ക്യൂ വരുന്നത് 17-ാമതാണ്. ജെ വരുന്നത് 10-ാമത്. ഇനി ഈ എഴുതിയ സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കാം അല്ലെ. ഇവിടെ 5, 12, 7. 5ഉം 7ഉം കൂടെ കൂട്ടിയാൽ 12 കിട്ടും. ഓക്കെ. 16ഉം 3 കൂട്ടിയാൽ 20 കിട്ടുന്നത്. അത് വ്യത്യാസമുണ്ട് അല്ലെ, സമമായി വരുന്നില്ല. പക്ഷെ ഇവിടെ 8ഉം 10ഉം കൂടെ കൂട്ടിയാൽ 18 വരുന്നുണ്ട്. 7ഉം 10ഉം കൂടെ കൂട്ടിയാൽ 17 വരുന്നുണ്ട്. ഇതും 3ഉം ഇതും ഒരേ ക്രമത്തിൽ ഒരു പാറ്റേൺ ആയി വരുന്നുണ്ട് അല്ലെ. ഇതാണ് വ്യത്യാസമുള്ളത്. PTC. ഇതാണ് ഈ 4 വ്യത്യസ്തമായ കൂട്ടം. അടുത്ത ചോദ്യം. 10,000 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ വില 25% കൂടി 25% കുറഞ്ഞാൽ ഇപ്പോഴത്തെ വില. 10,000 രൂപ, 10,000 രൂപയാണ്. 10,000 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ വില 25% കൂടി 25% കുറഞ്ഞാൽ ഇപ്പോഴത്തെ വില. അപ്പോൾ 25% കൂടി 25% കുറഞ്ഞു. അപ്പോൾ 10,000 തന്നെയല്ലേ വില എന്നൊക്കെ സംശയം ഉണ്ടാവും. അങ്ങനെ വിചാരിക്കേണ്ട, ആ ഉത്തരം തെറ്റാണ്. നമുക്ക് ആദ്യം 10,000-നെ 25% കൂട്ടി നോക്കാം. 10,000 ഗുണിക്കണം 25%. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും പോയി 2,500 കൂടും അല്ലേ. എത്ര വരും? 12,500 ആണ്. ഒരു സാധനത്തിന്റെ വില 25% കൂടി 10,000 വിലയുള്ള ഒരു സാധനം. അപ്പോൾ 25% കൂടുമ്പോൾ അത് എത്രയായി? 12,500 രൂപയായി. ഇനി എന്താ, അത് 25% കുറഞ്ഞു. 25% കുറയുമ്പം 2 രീതിയിൽ ഇതിന്റെ 25% കണ്ടിട്ട് ഇതിൽ നിന്ന് കുറക്കാം. അങ്ങനെ അത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറഞ്ഞത് 25% ആണല്ലോ, അപ്പോൾ ബാക്കിയുള്ള 75% കണ്ടാൽ മതി. അങ്ങനെയും കാണാം. ഇതിൽ ഏത് വഴിയും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒന്നുകിൽ 12,500-ന്റെ 25% കണ്ടിട്ട് ആ കിട്ടുന്ന പൈസ ഇതിൽ നിന്ന് കുറക്കുക, 12,500 നിന്ന് കുറക്കുക. നമ്മൾ ഇവിടെ ചെയ്തത് എങ്ങനെയാണ്? ഇവിടെയും ശരിക്ക് 25% കൂടി എന്ന് പറയുമ്പോൾ 125% കണ്ടാൽ മതി. 25% കണ്ട് ഇതിനോട് കൂട്ടുന്നതിന് പകരം 125% കണ്ടാൽ മതി. അത് ഒരേ ഉത്തരമാണ്. ഇതിൽ ഏതാ എളുപ്പം നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നിന്ന് 25% കൊണ്ട് കുറക്കുന്നതിന് പകരം 75% കാണിക്കുകയാണ്. 75/100. 2 പൂജ്യവും 2 പൂജ്യവും വെട്ടി 125 ഗുണിക്കണം 75. നെ 70 കൊണ്ട് ഗുണിച്ചാൽ 8,750 കുട്ടി. 5 പൂജ്യവും 5, 2 5 7, 7 6 3, 8 1 9. 10,000 അല്ല കിട്ടിയത്, 9,375 രൂപ ആണ് ഇതിന്റെ
ഉത്തരം. ഇപ്പോൾ 10,000 രൂപ 25% കൂടി 25% കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് 9,375 രൂപ. അടുത്ത ചോദ്യം. ജൂൺ എന്നത് BKFO എന്നും, ജൂൺ എന്ന് വായിക്കേണ്ട JUNE എന്ന 4 അക്ഷരം എന്നത് BKFO എന്നും, എനിമൽ ANAMAL എന്നത് JOBMBN എന്നും കോഡ് ചെയ്താൽ TIME ടൈം എങ്ങനെയാണ് കോഡ് ചെയ്യാം? എങ്ങനെ കോഡ് ചെയ്യാം? അപ്പോൾ ഇതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ആ ചെയ്ത കോഡും ആദ്യത്തെ വാക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കണം അല്ലേ? നോക്കാം. JUNE പകരം എന്താ വെച്ചിരിക്കുന്നത്? BKFO. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ANIMAL. അതിന് പകരം എന്താണത്? JOBMBN. എന്നിട്ട് നമുക്ക് ഇതിന് TIME ഇതിന് പകരം ഇതേപോലെ കോഡ് ചെയ്യണം. ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ ഒന്ന് സൂക്ഷ്മമായി നോക്കാനുള്ള കഴിവുണ്ടായാൽ മതി. നോക്കൂ, ഞാൻ എന്താ ചെയ്യുന്നത് നോക്കൂ. JK കണ്ടോ? ജെയുടെ തൊട്ടടുത്താണ് K. IJK. ഇവിടെയോ UV. J കഴിഞ്ഞ് K, U കഴിഞ്ഞ് B. ഇതിനെ നമ്മൾ 2 പാർട്ടാക്കണം. ഇനി MNOEF. N കഴിഞ്ഞ് O, E കഴിഞ്ഞ് F. അതേ വിദ്യ തന്നെ ഇവിടെയും ചെയ്താൽ മതി അല്ലേ? എന്താ? J കഴിഞ്ഞ് K. J കഴിഞ്ഞ് K ആണെങ്കിൽ T കഴിഞ്ഞാൽ TU. U കഴിഞ്ഞാൽ B. I കഴിഞ്ഞാൽ J. M കഴിഞ്ഞാൽ N. E കഴിഞ്ഞാൽ F. JUFN ആണ് ഇതിന്റെ ഉത്തരം. നമുക്ക് ഇവിടെ അത് ശരിയാണോ നോക്കാം. നമുക്ക് തന്താണ്, ഇത് ചോദ്യത്തിലുള്ളതാണ് അല്ലേ? ഇതിനെ വീണ്ടും നമ്മൾ 2 ഗ്രൂപ്പ് ആക്കിയില്ലേ? 2 അക്ഷരം വീതമുള്ള. ഇതിനെ അതേപോലെ 3 അക്ഷരം വീതമുള്ള. മൊത്തം 6 അക്ഷരം ഉണ്ടല്ലോ, 2 ഗ്രൂപ്പ് ആക്കി. ഇനി നോക്കാം. A കഴിഞ്ഞാൽ B. ഓക്കെ. I കഴിഞ്ഞാൽ J. N കഴിഞ്ഞാൽ O. M കഴിഞ്ഞാൽ N. L കഴിഞ്ഞാൽ M. A കഴിഞ്ഞാൽ B. ആ രീതിയിലാണ് ഈ കോഡ് ചെയ്തിട്ടുള്ളത്. അതുപ്രകാരമാണ് ഇതിന്റെ ഉത്തരം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു സംഖ്യയിൽ നിന്നും സംഖ്യയുടെ 1/16 കുറച്ചാൽ 150 കിട്ടും സംഖ്യ. ഒരു സംഖ്യയിൽ നിന്നും സംഖ്യയുടെ 1/16 കുറച്ചാൽ 150 കിട്ടും സംഖ്യ. ചോദ്യം ഇതാണ്. ഒരു സംഖ്യ X സംഖ്യ സമം X എന്നെടുത്ത് നമ്മളിത് ചെയ്യേണ്ടി വരും. ആ സംഖ്യയിൽ നിന്നും ഒരു സംഖ്യയിൽ നിന്നും ആ സംഖ്യയുടെ 1/16 എന്ന് പറഞ്ഞാൽ x/16 സമയത്തെയാണ് 150 കിട്ടും. എക്സിൽ നിന്ന് x/16 കുറക്കണം. അപ്പൊ എന്താ ചെയ്യാം? ആദ്യം ഇതിനെ ഗുണിക്കുക. 16x മൈനസ് x/16 സമം 150. 16xൽ നിന്ന് x കുറച്ചാൽ 15x/16 സമം 150. 15x സമം 150 ഗുണിക്കണം 16. ഈ /16 സമത്തിന്റെ ഇങ്ങോട്ടേക്ക് വരും. അപ്പം /16 എന്താകും? ഗുണിക്കണം 16 എന്നാകും. 150 ഗുണിക്കണം 16. ഇനി നമുക്ക് എക്സിന്റെ വരികയാണ് കാണേണ്ടത്. എക്സ് സമം എന്താ വരിക? 150 ഗുണിക്കണം 16 /15. 150നെ 5 കൊണ്ട് ഹരിച്ചാൽ 10. 10 ഗുണിക്കണം 16 160.
160 ഉത്തരം.